എന്താണ് ഇത്? മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ലേ? ഉറങ്ങുന്നോ? ബാക്കിയുള്ളവരെ ഉറക്കം കളഞ്ഞിട്ട് നീ കിടന്ന് ഉറങ്ങുന്നോ? ഇതെന്ത് പറ, ഞാനാണ് നിന്റെ ഉറക്കം കളഞ്ഞത്. നീയല്ലേ എല്ലാം പറഞ്ഞത്? വെറുതെ നടന്നിരുന്ന എന്റെ മനസ്സിൽ തീ കോരിയിട്ടിട്ട് അവന്റെ ഒടുക്കത്തെ കൂർക്കമ്പനി. അതിന് നീ എന്നെ അവളോട് പറഞ്ഞില്ല, നിനക്ക് അവളോട് പ്രേമമൊന്നുമില്ലെന്ന്. പിന്നെന്താ? അങ്ങനെ കൂടി പറഞ്ഞെന്ന് വെച്ച് എനിക്കതിന് പറ്റണ്ടേ? അവളെന്റെ മനസ്സിന് പോകണ്ടേ? കുഴപ്പമായി എന്നാ തോന്നുന്നത്. അല്ല, എന്താണ് പിശാചാ പുറകെ കൂടെ ഒന്ന് പേടിപ്പിക്കുന്നത്? പേടിപ്പിച്ച ഞാനാണോ? നീയല്ലേ? ഞാൻ നിന്നെ സമാധാനിപ്പിക്കാൻ വന്നതല്ലേ? സമാധാനിപ്പിക്കുന്നത് ഇങ്ങനെയാണോ സമാധാനിപ്പിക്കുന്നത്? ഞാൻ അച്ഛനും ചേട്ടന്മാരെ കുറിച്ച് ഓർത്ത് പേടിച്ച് നിൽക്കായിരുന്നു. അപ്പോഴാണ് അയാൾ പുറകെ കൂടെ ഒരു സമാധാനിപ്പീര്. ഇനിയിപ്പൊ പേടിച്ചിട്ട് എന്താടാ കാര്യം? നിനക്ക് ശരിക്കും പ്രേമം വന്നെങ്കിൽ നീ അങ്ങോട്ട് പ്രേമിക്കണം. ആരൊക്കെ എതിർത്താലും അവളെ കെട്ടണം. അങ്ങനെ അങ്ങ് തീരുമാനിക്കാൻ പറ്റും. എനിക്ക് ഇനിയും പലതും ആലോചിക്കാനുണ്ട്. എന്നാ ഒരു കാര്യം ചെയ്യ്, ഇന്ന് രാത്രി മുഴുവൻ നീ ഇവിടെ ഇങ്ങനെ ഇരുന്നാലോചിക്ക, ഞാൻ ഇങ്ങനെ ഇവിടെ കിടന്നാലോചിക്കാം. ഓക്കെ? ആലോചനക്കിടയിൽ ശല്യപ്പെടുത്തരുത്. ഗുഡ് നൈറ്റ്. അയ്യോ, ഈ പാതിരാത്രിയില് ഹോസ്റ്റലിനകത്ത് ഒച്ച വെക്കണ്ട. മാലുവിനെ രാത്രി തന്നെ വന്ന് കാണണമെന്ന് തോന്നി. വന്നു. പിന്നെ മാലുവിനെ മറക്കാനും വെറുക്കാനും ശ്രമിക്കായിരുന്നു ഇതുവരെ. സാധിച്ചില്ല. ഇനിയോട്ട് സാധിക്കുമെന്ന് തോന്നില്ല. ഇപ്പോഴാ എനിക്ക് ആ സത്യം മനസ്സിലായത്. ഞാൻ ശരിക്കും മാലുവിനെ ഇഷ്ടപ്പെട്ടു പോയി. I love you, Manu. I really love you. മാലുവിനും എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. മാലുവിൽ നിന്ന് തന്നെ എനിക്കത് കേൾക്കുകയും വേണം. ഇപ്പൊ വേണ്ട, നാളെ കാലത്ത് ഞാൻ വരും. അപ്പോ ഗുഡ് നൈറ്റ്. ഹലോ, ഇവിടത്തെ താമസമൊക്കെ സുഖമാണല്ലോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. വാടാ, ഒന്ന് കാണണല്ലോ. എക്സ്ക്യൂസ് മീ, എനിക്ക് മാലുവിനെ ഒന്ന് കാണണം. മാലുവിനെയോ? അതെ. മാലു പോയല്ലോ. കാലത്തെ വീട്ടിൽ നിന്ന് ആള് വന്ന് കൂട്ടിക്കൊണ്ട് പോയി. എന്താ എന്താ പ്രശ്നം? ഒന്നുമില്ല. വരട്ടെ. ഇനി നീയുമായിട്ടുള്ളത് വീട്ടിൽ വല്ലതും അറിഞ്ഞാണോ? രാമഭദ്ര, മാലു മനഃപൂർവ്വം പോയതാ രാമഭദ്രനെ ഇനി കാണാണ്ടിരിക്കാൻ. ഞങ്ങൾ പോലും പുറപ്പെടുമ്പോഴാ അറിഞ്ഞത്. വെളുപ്പിനെ വീട്ടിൽ നിന്ന് കാർ വരുത്തി പോവുകയായിരുന്നു. പിന്നെ രാമഭദ്രനോട് പറയാൻ പറഞ്ഞു ഇനി കാണാൻ ശ്രമിക്കരുതെന്ന്. എങ്കിൽ ഇതൊക്കെ അവൾക്ക് എന്നോട് നേരിട്ട് പറഞ്ഞൂടെ? ഞാൻ പിടിച്ച് വിഴുങ്ങൂ. ഇതവളെ കാണാതിരിക്കുന്ന പ്രശ്നമില്ല. ആനപ്പാറ പോണെങ്കിൽ അവിടെ പോയി കാണും. ആനപ്പാറയിലോ? എങ്ങനെ പോകുന്ന? നീ വാ. ആക്ച്വലി എന്താ പ്രോബ്ലം? नशा तो नहीं, नशा तो नहीं, मगर हंसी. നീ ഇവിടെ നില്ലേ, ഞാൻ പോയേച്ചു വരാം. ഞാൻ കൂടെ വരാം. നീ എന്തിനു വരുന്നു? ഒരു ധൈര്യത്തിന്. എനിക്ക് ധൈര്യക്കുറവൊന്നുമില്ല. എനിക്കുണ്ട്. എനിക്കിവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ ധൈര്യക്കുറവുണ്ട്. ചാകണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചാകണം. കൂട്ട് തല്ലി പൊട്ടിക്കണം. ചാട് ചാട്. कहती है तुम जब छोटे थे तो अपने जन्मदिन पर तुमने आदमी के काले कोट को ब्लैक होल समझ लिया था. മുറുക പിടിച്ചോളാം.
മോളിൽ ചെല്ലുമ്പോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായ വിസിലടിച്ചാ മതി. വിസില് അപ്പോ നിന്റെ വീട്ടിൽ അറിയിക്കാം. പോടാ പുല്ലേ. इन्हें सगा कच्ची काट दिया तुम जा रही हो ना और मुझे पैसे ये बहुत जोर से चलाएगा तभी तो तुम्हें सजा दी गई थी जबरदस्त सजा? और क्या तुम्हारे डैडी ने कहा तुम घर में रहने लायक नहीं हो फटाक से उठा के तुम्हें भेज दिया गया बॉडी स्कूल क्या देखा से बकबक कर रही हो बॉबी मत सुना रहा था बाबा कोई हरकत नहीं होता इसकी बात का ये सच है क्या आंटी? तो खाया ही नहीं राजू बाबा എന്താ मत आंटी बता പേടിച്ചതാ बोर्डिंग स्कूल सजा के സിനിമ तौर पर भेजा जाता है। हाँ बेटे मैं उसे बहुत प्यार करता हूँ मैं उससे शादी करना चाहता हूँ പോ ഇറങ്ങി പോ വേഗം. ആദ്യം എന്നെ ഇഷ്ടമാണെന്ന് പറ. അയ്യോ പോകാൻ ആരെങ്കിലും കാണുന്നതിന് മുമ്പ് ഒന്ന് പോകാൻ. ഇഷ്ടമാണെന്ന് പറയാതെ പോകുന്ന പ്രശ്നമില്ല. യ്യോ. ഞാൻ ദേ ആ ചായപ്പി കാണും. ഇനി നേരം വെളുത്താലും ശരി മാലു അവിടെ വന്ന് എന്നെ ഇഷ്ടമാണെന്ന് പറയാതെ ഞാൻ പോവില്ല. ഓക്കെ? അങ്ങോട്ട് എവിടെ പോണു? ഇങ്ങോട്ട്. ഞാൻ അതിനകത്ത് ഇരിക്കാൻ പോവാ. എന്തിന്? അതൊക്കെ വേറെ പ്ലാൻ ഉണ്ട്. നീ വിട്. ഇത് തീക്കളിയാണ്. തീക്കളിയാണ് എനിക്കിഷ്ടം. രാമഭദ്ര പറയുന്നത് അതോ എന്താ അത്? ഇതാരായി ചായപ്പ് ഇങ്ങനെ തുറന്നിട്ടത്? എടാ ചക്ക, എന്നെ വിളിച്ചായിരുന്നോ? അതങ്ങോട്ട് പൂട്ടിട്ടാരാ? ഓ हम तुम एक कमरे में बंद हो ആ പട്ടി അങ്ങോട്ട് അഴിച്ചു വിട്ടേക്ക്. വല്ലാത്ത കാലം, ഒന്നും വിശ്വസിക്കാൻ വയ്യ. അല്ല, ഇതെന്താ ഈ പട്ടി അവിടെ തന്നെ നോക്കി കുറയ്ക്കുന്നത്? എടാ ഇങ്ങോട്ടൊന്ന് വന്നേടാ. ഈ ചായപ്പിൽ വല്ല കുറുക്കനും കയറി ഒളിച്ചിരിക്കണോ നോക്കി. നീ ഇവിടെ ചെല്ലടാ. പട്ടി കിടന്ന് ബഹളം വെക്കണ കണ്ട, ഒന്ന് ചെന്ന് നോക്കിയടാ. ഞാൻ ടോർച്ച് നിർത്തടാ. കുഴപ്പമായല്ലോ. ഓടപ്പുറത്ത് എന്താ അത്? ഞാൻ കള്ളനല്ല, ഞാൻ മായൻകുട്ടിയാണ്. ഇവിടുത്തെ മാലുവിന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന മായൻകുട്ടി. മാലുവിന്റെ കയ്യിൽ നിന്ന് ഞാനൊരു പുസ്തകം മേടിക്കാൻ വന്നാണ്. പുസ്തകം മേടിക്കാൻ മതിലും ചാടിയാ വരണത്? അത് രാത്രി ആയതുകൊണ്ട് ആരെയും വിളിച്ച് ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ച. അയ്യ, അത് നല്ല വിചാരായിപ്പോയി. ഇവൻ ശരിയല്ല.
ഇവന്റെ ഉണ്ടകണ്ണ് കണ്ടാലറിയാം കള്ള ലക്ഷണമുണ്ട്. അല്ലോ ഇത് കള്ളലക്ഷണമല്ല, ജന്മനാ ഉള്ളതാണ്. വീട്ടില് ബാപ്പയ്ക്കും ഉമ്മയ്ക്കും ഒക്കെ ഉണ്ട്. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. വിടരുതരവനെ പിടിച്ചു പോലീസിലേപ്പിക്കും. അല്ലോ അതിനുമുമ്പ് നിങ്ങൾ മാലുവിനെ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്ക്. എന്നിട്ട് പോലീസിനെയോ പട്ടാളത്തിനോ വിളിച്ചോ. മാലു മാലു വീക്കം വെച്ചു. എടി മാലു, മാലു, അകത്ത് പോ, ഞാനിപ്പോ വരാം. എന്താ അച്ഛാ? ഇവരെ നീ അറിയൂ? ഇത് മായൻകുട്ടി. എന്റെ ക്ലാസ്സിലെ മായൻകുട്ടിയാ. കണ്ട കണ്ട, എല്ലാവർക്കും ഇപ്പൊ എന്നെ വിശ്വാസയാ. എന്നെ ഇവരെല്ലാരും കൂടി പിടിച്ചെടുത്തായിരുന്നു മാലു. എന്തിന്? എന്താ അച്ഛാ? എന്താ കാര്യം? എന്താ കാര്യം? ഒന്നുമില്ല, നീ അകത്ത് വയ്ക്കൂ. പോട്ടെ മായൻകുട്ടി. ശരി മാലു. പോയിക്കോടാ. ഇടാ പോയാൻ. നിക്കടാ അവിടെ. നീ ആരാടാ നോക്കിയത്? ആര് നോക്കി? എവിടാ അവൻ? ആര്? നിന്റെ കൂടെ വന്നവൻ. ആരും വന്നില്ല. വേഗം ഇറങ്ങി വാ. വേഗം ഇറങ്ങി വരാൻ. മാലു അത് പറയാതെ ഞാൻ പോവില്ല. രാമഭദ്രൻ, ഞാൻ പറയണ കേക്ക്. പറ, ഞാൻ പോണോ വേണ്ടേ? ആരെങ്കിലും വരുന്നതിന് മുമ്പ് ഒന്ന് പോകാൻ. നിന്റെ കൂടെ വന്ന രാമഭദ്രൻ എവിടെയെന്നാടാ ചോദിച്ചത്? എവിടാ? ഓടാ, പട്ടി. പറയുന്നുണ്ടോ ഇല്ലയോ? രാമഭദ്ര പ്ലീസ്. വേണ്ട, പറയുന്നില്ലേ വേണ്ട, ഞാൻ ഇതിനകത്തിരുന്നോളാം. വേണ്ട വേണ്ട വേണ്ട. നിക്ക്, പറയാം, ഞാൻ പറയാം. പറടാ. പറയാം പറയാം പറയാം. പറ. അവൻ ചായ്പിലുണ്ട്. എനിക്ക് രാമഭദ്രന് ഇഷ്ടമാണെന്നല്ല, ജീവനാണ്. ജീവൻ പോരെ. താങ്ക് യു മാലു, താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്. എന്താടി ഇവിടെ? ഒന്നുമില്ല. കയറി പോകത്ത്. നീയൊക്കെ പ്രേമിക്കുകയോ കല്യാണം കഴിക്കുകയോ എന്ത് പണ്ടാരം വേണമെങ്കിലും അയക്കോ. അതിന് ഞാൻ എന്തിനാ കണ്ടോന്റെ കിടികൊള്ളണത്? നിന്നോടാരും പറഞ്ഞു അപ്പൊ തന്നെ മരത്തിന്റെ വെളിയിൽ എടുത്ത് താഴോട്ട് കുതിക്കാൻ. ഓഹോ, അതായല്ലേ കുഴപ്പം. അബദ്ധത്തിലാണെങ്കിൽ ഞാൻ വീണില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. അവരെല്ലാവരും കൂടി നിന്നെ കൊന്ന് കുളിച്ച് മൂടിയാണ്. എടാ മനുഷ്യനായ അല്പമെങ്കിലും നന്ദി വേണോടാ മൃഗമേ. നന്ദി വേണം, അത് തന്നെ എനിക്ക് നിന്നോടും പറയാനുള്ളത്. നീ പറഞ്ഞിട്ടല്ലോ ഞാൻ അവളെ പ്രേമിച്ചത്, എന്നിട്ട് ആ നന്ദി നിനക്കൊണ്ടോ? അയ്യടാ, ഇതെവിടത്തെ ന്യായം? പിന്നെ നീയല്ലേ ഞങ്ങളെ ഒന്നിപ്പിച്ചത്. അതിന് അപ്പൊ പിരിയാൻ നോക്കണ്ട നിന്റെ കടമയാ. അതിന് പിരിയാനും ചുറ്റാനും ഒക്കെ നിന്റെ അച്ഛൻ സമ്മതിച്ചിട്ട് വേണ്ടേ? നിന്റെ വീട്ടിൽ പോയിട്ട് ആ മുറ്റത്ത് പോലും ഒരു പെണ്ണും കാലുകുത്താൻ പാടില്ലെന്ന് ശബ്ദം ചെയ്തിരിക്കില്ല അങ്ങേര്. ഇങ്ങനെ ഉണ്ടോ ഒരച്ഛൻ? അതൊക്കെ നമ്മുടെ വാപ്പ. ഞാൻ ജനിച്ച് 3ന്റെ 4 ഡിം. ഇതിങ്ങനെ കിടക്കയല്ലേ, എന്നിട്ട് ആഴ്ചയിൽ ഓരോ ശപഥവും. എടാ, നിനക്ക് അവളെ കെട്ടണമെന്നുണ്ടെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ. എങ്ങനെ നിന്റെ ചേട്ടന്മാരുടെ മനസ്സിളക്കണം, അവർക്കും കൂടി കല്യാണം കഴിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാക്കണം. ചേട്ടന്മാരിൽ ഒരാളെ നമ്മുടെ കൂടെ കിട്ടിയാൽ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഇന്ന് നിന്റെ മനസ്സിൽ വീണിരിക്കുന്ന ഈ തീപ്പൊരി ഇനി അവരുടെ മനസ്സിലേക്ക് ഞാൻ വീട്ടി തരാടാ. ഇനി എനിക്കൊരു കല്യാണം ഈ പ്രായത്തില് നിനക്കൊക്കെ എന്താ ഭ്രാന്തുണ്ടോ? വലിയേട്ടൻ അതിനും മാത്രം പ്രായമൊന്നും ആയിട്ടില്ല. ഇതിനേക്കാളും വയസ്സന്മാര് കല്യാണം കഴിക്കുന്നില്ല ഏട്ടാ. അത് നല്ല കിളി പോലത്തെ. അങ്ങനെയല്ല. മതിയടാ, പ്രായമായില്ലെങ്കിലും പ്രായം കഴിഞ്ഞാലും ഇനി ഈ ജന്മത്തിൽ എനിക്കൊരു കല്യാണം വേണ്ട. ഒരിക്കൽ ഒരുങ്ങി കെട്ടി ഇറങ്ങിയവനാ ഞാൻ. അന്നാ കല്യാണം നടക്കാതെ പോയതിൽ എനിക്ക് ദുഃഖമില്ല. അതൊരു ദുരന്തമായിട്ട് ഇന്ന് വരെ തോന്നിയിട്ടുമില്ല. പക്ഷേ അത് നടത്താൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ ദുരന്തമുണ്ടല്ലോ, അതെന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോയില്ല. ഇപ്പൊ കല്യാണം എന്ന് കേൾക്കുമ്പോ നമ്മുടെ അമ്മയുടെ പൊതിഞ്ഞു കെട്ട ജഡവും കയ്യാമം വെച്ച് 2 വശത്തും പോലീസുമായിട്ട് അടന്നു പോകുന്ന അച്ഛനുമാണ് മനസ്സിൽ. അതെല്ലാം മറന്നിട്ട് ഇപ്പൊ ഞാൻ കല്യാണം കഴിക്കണം അല്ലേ? അയ്യോ വലിയേട്ടാ, വലിയേട്ടന്റെ മനസ്സ് വിഷമിപ്പിക്കാനല്ല ഞാൻ വന്ന് പറഞ്ഞത്. ഇവന് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടുമല്ല അല്ലേടാ. നമ്മുടെ കുടുംബം അന്യം നിന്ന് പോകരുതല്ലോ എന്ന് വിചാരിച്ചാ. പിന്നെ അന്യം നിന്ന് പോവാൻ നമ്മള് സിംഹവാലം കുറങ്ങല്ലേ? പോടാ. അല്ല, നീയും പോടാ. കൊല്ലും ഞാൻ. എന്നോട് കല്യാണം കഴിക്കാൻ പറയാൻ നീ ആരടാ? പറയോ? എന്തിനാടാ ദിവസവും ഞാൻ ഹനുമാൻ സേവ നടത്തുന്നത്? മാസത്തിൽ 5 ദിവസം തിരുവല്ലാമലയിൽ പോയി തപസിരിക്കുന്ന എന്തിനാടാ? പെണ്ണെന്ന നശിച്ച വർഗം എന്നെ മനസ്സിലാക്കാണ്ടിരിക്കാനാ. അങ്ങനത്തെ ഒരു നിത്യ ബ്രഹ്മചാരിയുടെ മുഖത്ത് നോക്കി കല്യാണം കഴിക്കാൻ പറഞ്ഞ നിന്നെ വേണ്ടെന്ന് പറയാൻ നീ ആരണ്ട? നീ കുറെ നാളായില്ല തുടങ്ങിയിട്ട്. നിനക്ക് എന്താ വേണ്ടേ? ഞാനിവിടെ വെറുതെ വന്നതാ. ഇവന്റെ ക്ലോസ് ഫ്രണ്ടാ.
ക്ലോസ് ഫ്രണ്ട്. എടാ ഫ്രണ്ട് തെണ്ടി, ഞാനിവനെ ക്ലോസ് ആക്കുന്നതിന് മുമ്പ് നീ ഇവനെ വിളിച്ചോട്ട് പോടാ. എടാ വിളിച്ചോട്ട് പോവാൻ. ആഞ്ജനേയ, ഈ ഭക്തനെ കൺട്രോൾ തരില്ലേ? ദേ നിൽക്കണം അടുത്തത്. ഒന്നും ചോദിക്കാൻ നിൽക്കണ്ട, വെറുതെ വന്നാണെന്ന് പറഞ്ഞാ മതി. നിക്കടാ, ഞങ്ങളിപ്പോ കല്യാണം കഴിക്കണം, നിനക്കെന്താ അത്ര നിർബന്ധം? 10 വർഷം മുമ്പ് ഇതും പറഞ്ഞ് ഈ 2 ചേട്ടന്മാരുടെ പിന്നാലെ നടന്നവനാടാ ഞാൻ. അന്ന് അച്ഛൻ പറഞ്ഞ എന്താണെന്നറിയോ? മൂത്തവർക്ക് വേണ്ടാത്ത കല്യാണം നിനക്ക് വേണോടാന്ന്. അന്ന് ഞാനും ഒരു തീരുമാനം എടുത്തു, എനിക്ക് കല്യാണം വേണ്ട. ഈ കുടുംബത്തൊരുത്തരെ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അല്ലേട്ടാ, അതെ നീ ഒന്ന് നീ ഒരുത്തനെ ഇവനെ കൂടെ കൊണ്ടുനടന്ന് വഷളാക്കുന്നു. മേലാൽ ഇവന്റെ കൂടെ നിന്നെ കണ്ടാൽ കാലിന്റെ ചിരട്ടയാൻ തല്ലി പൊട്ടിക്കും. ഇനി വന്നേ, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ അതേപോലെ ചെയ്യും. എന്താ? വല്ല എലിപ്പാഷണോ മേടിച്ച് കുറുക്കി കൊടുക്കണം 3 ചത്തു തൊലയിട്ട്. ഇടാ, ഇങ്ങനത്തെ 3 ചേട്ടന്മാര് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റുന്ന പ്രശ്നമില്ല. നിന്നെ നല്ല ചിലപ്പോ എന്നെ പോലും കല്യാണം കഴിക്കാൻ സംഭവിക്കില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് പിരിയാം. നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. ഗുഡ് ബൈ. നമ്മൾ തമ്മിൽ ചേർന്ന ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. എന്തുണ്ടായാലും എനിക്കൊന്നുമില്ല. എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ശരിയെന്ന് തോന്നുന്നു നീ ചെയ്യണം. എനിക്ക് പോയതാ ശരി. രാമഭദ്ര, ഇത് മാലുവിന് അറിയില്ല ഞങ്ങളെ എങ്ങനെ അച്ഛൻ വളർത്തിയെന്നും ഇതുവരെ ഞങ്ങൾ എങ്ങനെ ജീവിച്ചതെന്നും. എന്റെ 5ാമത്തെ വയസ്സിലാ അമ്മ മരിക്കുന്നത്. അതിൽ പിന്നെ ഓർമ്മയിലുള്ള എന്റെ അമ്മയല്ലാതെ ഒരു സ്ത്രീയും എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. ഇപ്പോ മാലു ഞാൻ പോലും അറിയാതെ എന്റെ മനസ്സിലേക്ക് വന്നപ്പോ എനിക്കിനി മാലു ഇല്ലാതെ വയ്യ. അതിന് ജീവിക്കാനാണെങ്കിലും ശരി, മരിക്കാനാണെങ്കിലും ശരി, എന്തിനാണെങ്കിലും മാലു എന്നോടൊപ്പം ഉണ്ടാവൂ. ഞാൻ വിളിച്ച മാലു ഇറങ്ങി വരുമോ? രാമഭദ്ര എപ്പോ വന്ന് വിളിച്ചാലും എവിടേക്ക് വിളിച്ചാലും ആ നിമിഷം ഞാൻ ഇറങ്ങി വരും. പോരെ? പേടിക്കാനൊന്നുമില്ല, ധൈര്യമായിട്ടിരുന്നു. ഹലോ, കുറെ നാളായല്ലോ കണ്ടിട്ട്. എവിടെ ആയിരുന്നു? വാടി ഇവിടെ, ഇങ്ങോട്ട് വരാൻ. എടിയും മിടുക്കി, നീ അവന് വളച്ചില്ലേ? ഇപ്പോഴാ നീ അച്ഛമ്മയുടെ മോളായത്. ഇപ്പൊ എങ്ങനെയാ? നീ പറഞ്ഞ അവൻ പോയി വെട്ടുവോ ആ 500 തല? ആ, ഇനി എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു തരാം. വാ. രാമഭദ്ര, രാമഭദ്ര, നീ രക്ഷപ്പെട്ടടാ. നിനക്കിനി ധൈര്യമായിട്ട് പ്രേമിക്കാം, ആരെ വേണമെങ്കിലും കല്യാണം കഴിക്കാം. ഇനി നിന്റെ അച്ഛനോ നിന്റെ ചേട്ടന്മാർക്കോ നിന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. അന്ന് കല്യാണ കാര്യം പറഞ്ഞു തന്നപ്പോ ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കി ആരാ? നിന്റെ സാമ്യേട്ടനല്ലേ? അയാളെ തന്നെ നിന്നെ കഴിക്കിട്ടടാ. നീ എന്താന്ന് വെച്ച കാര്യം പറ. നിന്റെ ഈ സാമ്യേട്ടൻ എല്ലാ മാസവും 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെ എവിടെ പോകുന്നു എന്നാ പറഞ്ഞത്? തിരുവില്ലാമലയിൽ ഹനുമാൻ കോവിലിൽ ജപമിരിക്കാൻ. ഉണ്ട, അയാൾ അയാളുടെ ഭാര്യ വീട്ടിൽ പോകുന്നതാടാ. ആ, അയാൾ കല്യാണം കഴിച്ചാടാ. 7 കൊല്ലമായി കല്യാണം കഴിച്ചിട്ട് 7 കൊല്ലം ഭാര്യ മക്കളെ രഹസ്യമായി താമസിപ്പിച്ചിരിക്കുക. നമ്മുടെ സാമ്യേട്ടന്റെ കാര്യം തന്നെയാണോ നീ പറയുന്നത്? അയാൾ സാമ്യേട്ടനല്ല, ആ സാമ്യേട്ടനാ. തിരുവില്ലാമലയിലേക്കെന്നും പറഞ്ഞ അയാൾ പോണതേ തിരുവല്ലയിലേക്കാ. അവിടുത്തെ കാര്യം ഒരു കൊച്ചമ്മടി ടീച്ചറാ അയാളുടെ ഭാര്യ. മായൻകുട്ടി, നീ വെറുതെ നുണ പറയരുത്. നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? തെളിവും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതാണ് നിന്റെ ചേട്ടത്തി അമ്മ, തിരുവല്ലാക്കാരി കൊച്ചമ്മണി ടീച്ചർ. ഇനി ഈ കൊച്ചമ്മണി ടീച്ചറെ കൊണ്ട് നിന്റെ വീട്ടിലുള്ളവരെയൊക്കെ നമ്മളൊരു പാഠം പഠിപ്പിക്കുവളിയാ, പാഠം പഠിപ്പിക്കും. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് നീ ഒരു നല്ല കാര്യം ചെയ്തടാ. വാ. അച്ഛനെ, ഇവിടെ ഇവിടെ കൊച്ചമണി എന്ന് പേരുള്ള ഒരു സ്കൂൾ ടീച്ചർ താമസിക്കുന്നത്. സ്കൂൾ ടീച്ചർ? അതെ. കൊച്ചമണി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇവിടെ താമസമുണ്ട്. പക്ഷെ അവർ സ്കൂൾ ടീച്ചർ അല്ല. അവരുടെ ഭർത്താവിന്റെ പേര് സ്വാമിനാഥൻ എന്നല്ലേ? അല്ല, രാമനാഥൻ എന്നാ. രാമനാഥനോ? ഇത് വേറെ ആരണ്ടാടേ? നിക്ക് ആശാനെ, ദേ നോക്കി, ഇതാണോ രാമനാഥൻ? ഇത് തന്നെ. അപ്പോ ഇതല്ലേ കൊച്ചമണി? കൊച്ചമണി ഇത് തന്നെയാ.
പക്ഷെ ഇവര് സ്കൂൾ ടീച്ചറല്ല, ഡാൻസ് ടീച്ചറാ. തത്തൈതാഹ തിത്തൈതാഹ തത്തൈതാഹ തിത്തൈതാഹ തത്തൈതാഹ തക്കിട്ട 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 തൈ തൈ തിത്തി തൈ 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 തിത്തി തൈ. ആരാ? ചേട്ടത്തിയമ്മേ, ചേട്ടത്തിയമ്മേ. അയ്യോ അയ്യോ, എഴുന്നേക്കണ അവിടുന്ന്, എഴുന്നേക്ക്. ഇത് രാമഭദ്രനാ, രാമഭദ്രൻ. ഏത് രാമഭദ്രൻ? ചേട്ടത്തിയമ്മയുടെ രാമഭദ്രൻ. ആരാടാ അവിടെ നിന്റെ ചേട്ടത്തിയമ്മ? അല്ല, അതെ ചേട്ടത്തിയമ്മ ഈ രാമനാഥന്റെ ഭാര്യയല്ലേ? ഈ രാമനാഥനല്ല, ഈ കെ രാമനാഥൻ. അത് തന്നെ ഈ കെ രാമനാഥൻ എന്ന കള്ളപ്പേരിൽ ഇവിടെ കല്യാണം കഴിച്ച് താമസിക്കുന്ന സാക്ഷാൽ സ്വാമിനാഥന്റെ അനിയൻ രാമഭദ്രനാണ് ഞാൻ. എവിടെ ചേട്ടത്തിയമ്മ പിള്ളേര്? മക്കളെ, നിങ്ങൾ ഇളയച്ചൻ വന്നിരിക്കുന്നതാ മക്കളെ. യോ, സ്വാമിയേട്ടൻ ഇതിന് മാത്രം പിള്ളേരാ. മക്കളെ, നിങ്ങൾ ഇളയച്ചനാണാ മക്കളെ? ഇളയച്ചൻ വന്നിരിക്കുന്നു മക്കളെ. ഇളയച്ചാന്നൊന്ന് വിളിക്കും മക്കളെ. ഇതൊക്കെ ഡാൻസ് പഠിക്കാൻ വന്ന പിള്ളേരാടാ. ഇതായിരിക്കും മോളെ, ഇളയച്ചാന്നൊന്ന് വിളിക്കും മോളെ. അയ്യോ, എന്റെ കുഞ്ഞിനെ ഇറങ്ങി പോടാ അവിടുന്ന്. ചേട്ടത്തിയമ്മേ, ഞാൻ ആരുടെ ചേട്ടത്തിയമ്മയൊന്നും അല്ല. മര്യാദക്ക് ഇറങ്ങി പോകുന്നുണ്ടോ ഇവിടുന്ന്? അയ്യോ, ഇനി ഒന്നും ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. സ്വാമിയേട്ടൻ തന്നെ കംപ്ലീറ്റ് കഥകളും 500 മുതലാളിയോട് പറഞ്ഞു. എനിക്ക് ഒരു 500 തന്നെ അറിഞ്ഞൂടാ, 600 തന്നെ അറിഞ്ഞൂടാ. ഞാൻ ഒരു സ്വാമിനാഥന്റെ ഭാര്യയല്ല. മര്യാദക്ക് ഇറങ്ങി പൊയ്ക്കോ അവിടുന്ന്. ദോഷങ്ങള്. അതെ, അപ്പൊ ഇനി സത്യം തുറന്ന് പറയാല്ലേ? പറയണോ? കുഴപ്പാവൂലേ? പറയാതിരുന്ന അതിനും കുഴപ്പമാവില്ലേ? അവസാനമായിട്ട് ചേട്ടന് ഭാര്യ മക്കളെ ഒന്ന് കാണാൻ പറ്റാതെ വന്നാലോ? പതുക്കെ പറ, ചേട്ടത്തിയമ്മ കേക്കും. എന്താ? ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? എന്താന്ന് പറയടാ. എന്താ എന്റെ ചേട്ടന് പറ്റിയത്? എന്താന്ന് പറയാൻ? ചേട്ടത്തിയമ്മ ഞങ്ങളോട് ക്ഷമിക്കണം. ഒന്നും ഇവിടെ അറിയിക്കരുതെന്ന് പറഞ്ഞ ഞങ്ങളെ വിട്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പൊ നിവർത്തിയില്ലാത്തോണ്ട് പറയുക. ചേട്ടന് ഇന്നലെ ഒരു ആക്സിഡന്റ് ഉണ്ടായി. അബോധാവസ്ഥയിൽ ആദ്യം ആവശ്യപ്പെട്ടത് ചേട്ടത്തിയമ്മയും പിള്ളേരെയും കാണണമെന്ന്. അയ്യോ, എന്റെ ദൈവമേ, എനിക്ക് എന്റെ ചേട്ടനെ ഉടനെ കാണണം. നിങ്ങൾ പോവരുത്, ഞാനും വരുന്നു. നീ എവിടെ പോകുന്നു? ഒരു ഒറിജിനാലിറ്റിക്ക് ഓവറാക്കരുത്. ഇതാണ് നിനക്കുള്ള കുഴപ്പം. ഏറ്റല്ലേ? ഏറ്റ് സമയട്ടാ. സാറേ, ഒന്ന് അവിടെ നിന്നേ. സാറിന്റെ പേര് സ്വാമിനാഥൻ എന്നാണല്ലേ? തനിക്ക് സ്വാമിനാഥൻ എവിടെ നിന്ന് കിട്ടി? എന്റെ പേര് രാമനാഥൻ എന്നാണെന്ന് തനിക്ക് അറിഞ്ഞൂടെ? എനിക്കറിയാം, പക്ഷെ വന്നവര് സമ്മതിക്കണ്ടേ? ആര്? അനിയൻ. അനിയനോ? ആ. ആരുടെ? സാറിന്റെ അനിയൻ. കൂടെ ഒരു ഉണ്ടക്കണ്ണനുണ്ടായിരുന്നു. എന്നിട്ട് എങ്ങനെ പോയേ? പേടിക്കാനൊന്നുമില്ല, ഞാൻ കറക്റ്റ് ആയിട്ട് വീട്ടിലേക്ക് വിട്ടിട്ടുണ്ട്. ഓ അല്ലേ? ആ. മുട്ടുവലിയേറ്റി കൊല്ലും ഞാൻ. ഇതെന്തിനാ എന്റെ മേത്തേക്ക് വരുന്നത്? എന്നാ പിന്നെ നീ കെട്ടിപ്പിടിച്ച് 2 ഉമ്മൻ തട്ട. ഞാൻ വന്നിട്ട് നിന്റെ ശവപ്പെട്ടിയും പെട്ടിക്കച്ചവടൊക്കെ ഞാൻ ശരിയാക്കി തരണമെന്ന് ഞാൻ. മതി പൊട്ടിയത്, ഇറങ്ങി വേണം. ചേട്ടാ, എന്റെ ചേട്ടനൊന്നും പറ്റിയില്ലല്ലോ. ഒരപകടവും വരുത്തിയില്ലല്ലോ എന്റെ ദൈവമേ. ഈ കൂടുതൽ ഇനി എന്ത് അപകടം വരാനാ എന്റെ കൊച്ചമണി? ഈ കശ്മലന്മാർക്ക് നീ പിടികൊടുത്തില്ലേ? എന്നെ കൊലക്ക് കൊടുത്തില്ലേ നീ? എടാ മഹാഭാവികളെ, ഈ കരിങ്കല്ല് പോലെ നിൽക്കുന്ന മനുഷ്യനെ അപകടം പറ്റിയെന്ന് പറഞ്ഞ് നിന്റെയൊക്കെ നാവ് പുഴുത്തു പൊത്തയുള്ളടാ. അപകടമൊന്നും പറ്റാത്തതിന് പ്രാവാണോ? സന്തോഷിക്കല്ലേ ചേട്ടത്തമ്മ വേണ്ടത്? പട്ടി, എന്റെയൊക്കെ കുടുംബം തകർത്തിട്ട് വേണോ അല്ലടാ നിനക്കൊക്കെ സന്തോഷിക്കാൻ? അങ്ങനെ ചേട്ടൻ മാത്രം ഒറ്റയ്ക്ക് കുടുംബം വെച്ച് സൂചിക്കണ്ട. വട മായൻകുട്ടി, ഇപ്പൊ ചെന്നാലും അച്ഛനെ ഉടനെ ഇവിടെ എത്തിക്കാൻ പറ്റും. ബാക്കിയുള്ളവർക്ക് ഇനി കല്യാണം കഴിക്കാൻ ഒക്കെ ഇല്ലയോ ഞാൻ നോക്കാം. ഇനി നിങ്ങളെ ഇവിടുന്ന് വിടുന്ന പ്രശ്നമില്ല. എടി കൊച്ചമണി, ഇവരെ പിടിച്ചു നിർത്താൻ തടയരുത്, വഴി തടയരുത്. ആര് തടഞ്ഞാലും ഞങ്ങൾ പോകും. ഞാൻ പറയുന്നു ഒന്ന് കേൾക്കണം. വേണ്ട, ബാക്കിയുള്ളതൊക്കെ ഇനി അച്ഛനോട് നേരിട്ട് പറഞ്ഞാൽ മതി. നിന്നോട് ഞാനല്ലേ പറഞ്ഞത് പോകരുതെന്ന്. നിനക്കിപ്പോ എന്താ വേണ്ടേ? ഒരു കല്യാണം കഴിക്കണം, അത് ഞാൻ നടത്തി തരുന്നത്. അതൊന്നും പറ്റില്ല. നീ പോടാ. നീ ഉണ്ടാതിരി. എന്താ ഇപ്പൊ പറഞ്ഞത്? ഞാനിപ്പോ എന്താ പറഞ്ഞത്? കല്യാണം നടത്തി കൊടുക്കാന്ന്. നിന്റെ കല്യാണം ഞാൻ അല്ല, എനിക്കല്ല. അയ്യേ, നിന്റെ കല്യാണക്കാരൻ ഞാൻ ഏറ്റുന്ന്. ഈ സാമിയായിട്ട് നീ ഏറ്റുന്ന്. ഏറ്റിട്ടൊടുവിൽ മാറിക്കളയോ? ഞാൻ ഈ പറയുന്നത് നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ വേഗം നടക്കണ. ഈ നിൽക്കണ എന്റെ 2 കുട്ടികളുടെ തലയിൽ തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നു. നീ പറയുന്ന ഏത് പിടി നിനക്ക് ഞാൻ കെട്ടിച്ചു തരും. പോരെ? എങ്കിൽ ഞാനൊരു പെൺകുട്ടിയെ പ്രേമിക്കുന്നു. പെൺകുട്ടിയല്ലാണ്ട് പിന്നെ ആൺകുട്ടി ആരാ പ്രേമിക്കുക? പെണ്ണാരാന്ന് പറ. വേറെ ആരുമല്ല, ആനപ്പാറയിലെ
പരശുമാമന്റെ മോള് മാലു. ചേട്ടൻ സത്യം ചെയ്താണ്, സത്യം ചെയ്താണ്. ഏയ് സത്യൊരു മണ്ണാങ്കട്ടിൽ മാച്ചോളഞ്ഞു, എല്ലാം മാച്ചോളഞ്ഞു. കൊച്ചമണി എന്നെ പിള്ളേരെ കൊണ്ട് അകത്തോണ്ട് വെച്ച് പിന്നെ പിള്ളേരെ തലയിലല്ലേ സത്യം ചെയ്തിട്ടുള്ള കളി. രാമോദര നീ എന്ന് വേറെ ആളെ നോക്ക്, ഈ പ്രശ്നം നടക്കില്ല. അല്ല കളഞ്ഞിട്ട് വേറെ മായൻകുട്ടി, ഇപ്പൊ പോയാലും അച്ഛനെ ഉടനെ ഇവിടെ കൊണ്ടുവരാം. എടാ ഇതിന്റെ ഇടയ്ക്ക് നീ എന്തിനാണ് അച്ഛനെ വലിച്ചുകൊണ്ട് വരുന്നേ? എനിക്ക് ശ്വാസം ഇടാൻ കുറച്ച് സമയം എന്താടാ? ഈ ലോകത്ത് ഈ പിശാച്ചിനല്ലാണ്ട് വേറെ ആരും നിനക്ക് കിട്ടിയില്ലടാ പ്രേമിക്കാൻ. ചേട്ടാ എന്റെ കൂടെ നിൽക്കുമല്ലോ എന്ന് എനിക്ക് ഇപ്പൊ അറിയണം. ഞാൻ നിന്റെ കൂടെ നിൽക്കല്ലേ. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഞാൻ കല്യാണം കഴിച്ച വിവരം ഞാനും നീയും ഈ തെണ്ടിയും അല്ലാതെ നാലാമതൊരു തെണ്ടി അറിയാൻ പാടില്ല. അറിഞ്ഞാ കുഴപ്പമുണ്ടോ? മുട്ടുകാലി ഒരു മിനിറ്റ് ഇങ്ങനെ വന്നേ. എന്താടാ കുഴപ്പമായി? എന്താ നിങ്ങൾ ഇങ്ങനെ ഒന്നാവെന്ന് ഞാൻ അറിഞ്ഞോ? സാമേട്ടൻ കല്യാണം കഴിച്ച വിവരം ഞാൻ പ്രേമേട്ടന്റെ അടുത്ത് പറഞ്ഞു പോയി. എടാ മഹാഭാവി, ഇപ്പൊ പ്രേമേട്ടൻ അച്ഛന്റെ അടുത്ത് പോയി പറഞ്ഞു കാണുമല്ലോ. എന്റെ അമ്മേ, നീ പറഞ്ഞ സത്യമാണെങ്കിൽ ഈ 500 ഇനി 3 മക്കളെ ഉള്ളൂ. ആ സ്വാമിനാഥൻ എന്ന് പറയുന്നവനെ ഞാൻ ആ മാവിന്റെ ചോട്ടിൽ വെട്ടി കുഴിച്ചു മൂടും. ഇനി നീ പറയുന്ന നുണയാണെങ്കിലോ അപ്പോഴും 500 3 മക്കളെ കാണൂ. അവന് പകരം വെട്ടി കുഴിച്ചു മൂടുന്നത് നിന്നെ ആയിരിക്കും. നിന്നെ ഗതി കെട്ടവൻ തല മുട്ടടിച്ചപ്പോ കല്ലുമഴ പെയ്യുന്നു പറഞ്ഞ പോലെ എന്റെ കാര്യം. ഒന്ന് വേഗാവട്ടെ എന്റെ കൊച്ചമണി. ആ പ്രേമന അച്ഛനെയും വലിയേട്ടനും കൊണ്ട് ഏത് നിമിഷം ഇവിടെ എത്തുന്നത്? വരുന്നു. ഈ വണ്ടി വിളിക്കാൻ പോയിട്ടുള്ള പിശാശി എവിടേക്ക് പോയി? അവൻ ഈ വണ്ടി മുട്ടി അങ്ങനെ അവിടെ കിടന്ന് ചത്തപ്പണ്ട് ഇറങ്ങാൻ. ഡാ ഒന്ന് ചെന്ന് നോക്ക്, അവൻ വണ്ടി വിളിച്ചു കൊണ്ടുവന്നിട്ട് നമ്മൾ രക്ഷപ്പെട്ട പ്രശ്നമില്ല. അവൻ ഇപ്പൊ ഇങ്ങെത്തും. ചേട്ടനാ പെട്ടിയും ബാഗ് ഇങ്ങോട്ട് എടുത്ത് ഇതും കൂടെ ഇങ്ങോട്ട് പോകണം. ശരിയാണ്, ഞാൻ എന്തിനാ കൊണ്ടിറക്കണേ? എനിക്ക് എന്നാ കയ്യും കാര്യം മറക്കണം. നിനക്ക് ഇറക്കണ്ട. ഈ സമയത്ത് ഇങ്ങനെ പേടിച്ചാലോ? ഒറ്റ വീക്ക് ഈ സമയത്ത് പേടിക്കാണ്ട് പിന്നെ ഇങ്ങനെ ചെറുക്കില്ല പട്ടി. നീ എന്തായി കുഴപ്പം മുന്നുണ്ടാക്കിയത്? നോക്കിക്കോ, വീട് മാറി നിന്ന് അന്ന് ഞാൻ കൊല്ലും. തീർന്നില്ല ഇത്. എത്രയും പെട്ടെന്ന് ഇവിടെ ഇറങ്ങിയില്ലെങ്കിൽ ഒറ്റൊരുത്തരും ജീവനോട് രക്ഷപ്പെടുന്ന പ്രശ്നമില്ല. ആ വണ്ടി വന്നു. ഇതെന്തത്? കുറച്ച് മദരസേവ. മദരസേവ നിന്നെ ഭ്രാന്ത് പിടിച്ചോ? ഭ്രാന്ത് നിന്റെ അച്ഛനുണ്ട്. ഒരു മനുഷ്യ ജീവിതം ഇവിടെ ആടിക്കൊണ്ടിരിക്കുമ്പോൾ അവളുടെ ഒടുക്കത്തെ ഒരു മദരസേവ. അല്ലോ നല്ല പരിചയമുള്ള കാറാണ്. എന്റെ അമ്മോ, റിവേഴ്സ് എടുത്തോ വഴിയോട്ട് മാറ്റിട്. എന്റെ ഈശ്വര, കൊച്ചമണി മക്കളെ, ആരാ മനസ്സിലായില്ലല്ലോ. ഓഹോ, തെറ്റിദ്ധരിക്കരുത്. ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങിയതാ. ശകനത്തിലൊക്കെ എനിക്ക് സ്വല്പം വിശ്വാസമുള്ളതുകൊണ്ട് ചോദിച്ചതാ. നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. എന്താ സ്നേഹിതന്റെ പേര്? എന്റെ പേര് ഞാൻ പറയണോ അല്ലേ? ഹായ്, ഞാനൊന്ന് പേര് ചോദിച്ചിന് താൻ എന്തിനാ ഇങ്ങനെ പല്ലിയടിക്കുന്നേ? ദേ പിന്നെയും കടിക്കുന്നു. ഇനി കടിച്ചാ പൊട്ടത്ത വല്ല പേരാണെങ്കിൽ താൻ പറയണ്ട. ആരാണെന്ന് മനസ്സിലാവാത്തോണ്ട് ചോദിച്ചെന്നുള്ളൂ. മനസ്സിലായില്ല അല്ലേ? എന്നെ അച്ഛനെ ചേട്ടന് മനസ്സിലായില്ലല്ലേ? അത് അച്ഛനാണെന്ന് മനസ്സിലായി, താൻ മകനാണെന്ന് മനസ്സിലായി. അതിന് ഇവിടെ വന്ന് ബഹളം വയ്ക്കുന്നത് എന്താണെന്ന് മനസ്സിലായില്ല. ഇതെന്തിനാണെന്ന് മനസ്സിലായില്ലേ? നീ സ്വാമിനാഥനാണെന്ന് മനസ്സിലാക്കാൻ. ഞാൻ സ്വാമിനാഥനല്ല. അല്ലേ? അല്ല. അല്ലേ? അല്ലെന്നേ. എന്നാ തിരിച്ചറിയ അടിക്കാൻ. നിന്റെ അച്ഛനല്ലെങ്കിൽ തിരിച്ചറിയടാ. അടിക്കാൻ. നിന്റെ അച്ഛനല്ലെങ്കിൽ തിരിച്ചറിയടാ. ഈ നിൽക്കുന്ന മനുഷ്യനെ ഞാൻ അടിക്കാത്തതേ എന്റെ മരിച്ചുപോയി അച്ഛനെ ഓർത്താ. ഇനി ഇയാളെ കൊണ്ട് പോയില്ലെങ്കിൽ ഈ പ്രായമൊന്നും ഞാൻ നോക്കില്ല. എല്ലാവരും എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. എന്റെ കൺട്രോള് വിട്ടു ഈശ്വരാ. ബാലരാമാ, എടാ ബാലരാമാ, ബാലരാമാ, ആ സ്വാമിനാഥൻ എന്ന് പറയുന്നതുണ്ടല്ലോ, അവൻ ഇത്രയും കാലം എവിടെ പോകുകയായിരുന്നു, എന്തിനു പോകുകയായിരുന്നു, ആരെ കാണാൻ പോകുകയായിരുന്നുള്ള കാര്യം എന്നെ അറിയിക്കണം. പിന്നെ ഇന്നു മുതൽ അവൻ ഈ പടിക്ക് പുറത്തിറങ്ങാൻ പാടില്ല. അഥവാ അവനോട് വരികയാണെങ്കിൽ എന്നെ കണ്ടിട്ട് ഏത് പാതിരേക്കാണെങ്കിലും ഇതിനകത്ത് കയറാവുള്ളൂ എന്ന് പറയണം. മനസ്സിലായോ?
അച്ഛാ, അച്ഛൻ കാണണമെന്ന് പറഞ്ഞ എന്തിനാണാവോ? നിങ്ങൾക്കിപ്പോ തോന്നുന്നുണ്ടോ ഞാൻ നിങ്ങളുടെയൊക്കെ ജീവിതം തകർക്കായിരുന്നെന്ന്? നിങ്ങളെ ആരെയും കല്യാണം കഴിക്കാൻ പോലും സമ്മതിക്കാതെ ഞാൻ നിങ്ങളെ നശിപ്പിക്കായിരുന്നു. അച്ഛൻ എന്താ ഇപ്പൊ ഇങ്ങനൊക്കെ പറയുന്നത്? ചോദിച്ചതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. തോന്നണുണ്ടോന്ന്? ഇല്ല, അങ്ങനൊന്നുമില്ല. എനിക്കും ഇല്ലച്ചാ. അപ്പൊ നിനക്കോടാ? അയ്യോ ഇല്ലച്ചാ, ഞങ്ങൾക്ക് രണ്ടാക്കും തോന്നുന്നില്ല. ഇല്ലടാ. നീ നിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി, അവന്റെ കാര്യം അവൻ പറഞ്ഞോളും. എനിക്കും ഇതുവരെ തോന്നിയിട്ടില്ല. അപ്പോ ഇനി തോന്നാമെന്ന്? ഇല്ലച്ചാ, ഇല്ല. എന്നാൽ എനിക്ക് തോന്നുന്നുണ്ട് എന്റെ മക്കളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാതിരുന്നത് വലിയ തെറ്റായി പോയി എന്ന്. പണ്ട് ഈ പ്രേമന് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഒന്നേ ആവശ്യപ്പെട്ടുള്ളൂ, ആദ്യം ബാലരാമൻ കല്യാണം കഴിക്കട്ടെ എന്ന്, അവൻ സമ്മതിക്കട്ടെ എന്ന്. ഇപ്പൊ ഞാൻ ആ വാശി ഉപേക്ഷിക്കാം. അവന് വേണ്ടെങ്കിൽ വേണ്ട, ഇനി ബാക്കിയുള്ളവരുടെ കല്യാണം നടക്കട്ടെ. അതുകൊണ്ട് ഇപ്പോ ഈ സ്വാമിനാഥന്റെ കല്യാണം നടത്താൻ ഞാൻ തീരുമാനിക്കുകയാണ്. എന്താടാ, ഞാൻ നിശ്ചയിക്കുന്ന പെണ്ണിനെ ഞാൻ നിശ്ചയിക്കുന്ന മുഹൂർത്തത്തിൽ നീ താലി കെട്ടിയിട്ട് ഇനി ഒരുത്തടെ കെട്ടുകൂടെ താലി കെട്ടുവോ? എങ്കിൽ എനിക്കൊന്ന് കാണാ. സാമിയത്തിന് ഇഷ്ടമല്ല, വീട്ടിൽ പൂട്ടിയിട്ട് നിർബന്ധിച്ച് കെട്ടിക്കാണ് അച്ഛൻ. കെട്ടിക്കും. അതിനു മുമ്പ് എന്റെ പിള്ളേരുടെ ചാവ് ഞാൻ അതിലെ കൊണ്ട് തീറ്റിക്കും. പിള്ളേരെ കൊന്ന് ഞാനും കെട്ടി തൂങ്ങി ചാവൂടാ. അതാ സമാധാനിപ്പിക്കാൻ വന്ന് പറഞ്ഞ അതിലും വലിയ കുഴപ്പമാ പറയുന്ന കേക്ക്. എനിക്ക് ആരുണ്ട്? അമ്മയ്ക്ക് ഞാനുണ്ടെന്ന്. അയ്യടാ, നിന്നെ ഏത് പട്ടിക്ക് വേണോ? ചെറുതമ്മേ, പാല് നോക്കാൻ കുഴപ്പമൊന്നും ഉണ്ടാക്കിയത്. ചെറുതമ്മേ, പാതിലോക്ക് മായൻകുട്ടിയാ പറയുന്നത്. ഇതിപ്പോ ഞാൻ സമാധാനം പറയേണ്ടി വരുമല്ലോ. അരുത്, പിള്ളേരൊന്നും ചേരും പറയുന്നതൊക്കെ. അടക്കല്ലേ, പാല് അടക്കല്ലേ. മര്യാദക്ക് വാതിൽ ഉറക്കാനാ പറഞ്ഞത്. തുറന്നില്ലേ ഞാൻ ചവിട്ടി പൊളിക്കും. സത്യമായിട്ട് ഞാൻ ചവിട്ടി പൊളിക്കും. നിനക്കെന്താ പ്രാന്ത് പിടിച്ചോ? മനുഷ്യൻ തുണി മാറാൻ സമ്മതിക്കില്ലേ? തുണി മാറ വെരി സോറി. ഏതൊരു പാടാവിടുന്നു? ഇറങ്ങിങ്ങോട്ട്, ഇങ്ങോട്ട് ഇറങ്ങാൻ. എന്റെ അമ്മോ, എന്റെ അമ്മോ, എന്റെ അയ്യോ, ഈ ബോബനും മോളിയും പോലെ രണ്ട് കുട്ടികളുണ്ടായ. സോറിയേട്ടാ, ചേട്ടത്തിയമ്മ. ആ ചേട്ടത്തിയമ്മ ചേട്ടനെ കൊല്ലും. അതല്ല, ചേട്ടത്തിയമ്മ. ആ ചേട്ടത്തിയമ്മ അല്ലേ? എങ്ങോട്ടായി തള്ളി കയറി വരുന്നത്? അങ്ങനെ പുറത്ത് നിൽക്കുന്നവളൊന്നും അല്ല ഞാൻ. ഞാൻ ഇവിടുത്തെ പെണ്ണാ. ഇത് രണ്ട് ഇവിടുത്തെ കുട്ടികളാ. മാറി ഇങ്ങോട്ട്. ഇവിടുത്തെ കുട്ടികളോ? ഇവിടുത്തെ കുട്ടികൾ ഈ നിൽക്കുന്നവരാ. അവരാരും വിവാഹം കഴിച്ചിട്ടില്ല, അവർക്ക് കുട്ടികളുമില്ല. ഞാൻ നിങ്ങളുടെ സ്വാമിനാഥന്റെ ഭാര്യയാ, കൊച്ചമ്മണി. മാനമര്യാദ ജീവിക്കുന്നതിന്റെ അനിയെ പറ്റി അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. ചവിട്ടിയായിട്ട് പുറത്തിടും. എന്റെ ഭർത്താവിനെ അങ്ങോട്ട് ഇറക്കി വിടറ. മര്യാദയ്ക്ക് ഇറങ്ങി പോകുന്നുള്ളൂ അവിടുന്ന്. സ്വാമിനാഥ, ഞാൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് എവിടെ പോന്നു? ഒരു കാരണവശാലും പേടിക്കരുത്. ഞാൻ പറഞ്ഞു പറഞ്ഞാ മതി. എടാ സ്വാമിനാഥ, എന്താ അച്ഛാ? എനിക്കെന്താ ഒരു വല്ലാഹിയ? ഏയ് ഒന്നുമില്ല. എന്താ നല്ല സുഖയില്ലേ? ഏയ് നല്ല സുഖം. ഇവിടെ മാറിയേ. എടി പെണ്ണേ, ഇവനാണോ എന്റെ ഭർത്താവ്? പിന്നെ അല്ലാതെ. പറയട്ടെ അങ്ങോട്ട്. എന്നെ കല്യാണം കഴിച്ചതാണെന്നും ഇനി വേറെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ലെന്നും പറയട്ടാ.
അമ്മേ എന്തൊക്കെ ഇവരീ പറയണേ? ഏതാ ചെയ്യിപ്പെന്നും പിള്ള? അത് തന്നെയാ ഞാൻ ചോദിക്കുന്നത്. ഏതാണോ ഇവള്? നിനക്കറിയില്ലേ? ചേട്ടോ ദ്രോഹി, നിങ്ങൾക്ക് എന്നെ അറിയില്ല അല്ലേ? ഈ നിൽക്കുന്ന കുട്ടികളെ നിങ്ങൾ അറിയില്ല അല്ലേ? എനിക്കറിയാം, പുതിയ കിട്ടുന്നായപ്പോ എന്നെ പിള്ളേരെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ല അല്ലേ? ഓർമ്മ വരാൻ വല്ല തെളിവുണ്ടോ കയ്യില്? വല്ല മോതിരോ അടയാളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ? ഉണ്ട്. എവിടെ? ദേവിക്കുന്നു അടയാളങ്ങൾ 2 എണ്ണം. ഇവരുടെ തലയെ കൈവച്ച് നിങ്ങളൊന്ന് പറഞ്ഞേ, ഇത് നിങ്ങളുടെ കുട്ടികളല്ലെന്നും എന്നെ നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലെന്നും. ഇനി തെളിവ് വേണമെങ്കിൽ വിളിക്ക്. എവിടെ അവൻ? നിങ്ങളുടെ അനിയൻ, അവനെ ഇങ്ങോട്ട് വിളിക്ക്. എടാ രാമഭദ്ര, എടാ കണ്ടോ അവൻ മാറിക്കളഞ്ഞത് കണ്ടോ? അവൻ അറിയാ സത്യം മുഴുവനും. അവനെ ഇങ്ങോട്ട് വിളിക്ക്, വിളിച്ചു നിർത്തി ചോദിക്ക്. രാമഭദ്ര, എടാ രാമഭദ്ര. എന്താ അച്ഛാ? നീ ഇവിടെ അറിയുവോ? അനിയ, നീയെങ്കിലും ഒന്ന് പറയാനിയ എന്നെ അറിയുമെന്ന്. ഇത് നിന്റെ ചേട്ടത്തിയമ്മയും പിള്ളേരുമാണെന്ന് നീയെങ്കിലും ഒന്ന് പറയാനിയാ. എടാ നിന്നോടാ ചോദിച്ചത്, ഇവിടെ അറിയുവോന്ന്? ഇവരെ ഞാൻ അറിയും, ഇവരെ ഞാൻ അറിയുവച്ചാ, ഞാൻ അറിയും. ഇങ്ങനെ കുട്ടികളെ കൊണ്ട് വലിയ വലിയ വീടുകളിൽ പോയി ബേളം ഉണ്ടാക്കുന്ന ഇവരെ പണി. ഇതിനു മുമ്പ് ഇങ്ങനെ പല സ്ഥലത്ത് വെച്ച് ഇവരെ കണ്ടിട്ടുണ്ട്. ഇതുവരെ സ്ഥിരം പരിപാടിയാ. കാശ് തന്നെ പ്രശ്നം. അയ്യോ എന്റെ ഈശ്വരാ. ഇതൊക്കെ കൈയോടെ പോലീസിൽ ഏൽപ്പിക്കേണ്ട കാര്യങ്ങളാ. അയ്യോ അല്ലേട്ടാ, ഇതിനൊക്കെ എന്തിനാ പോലീസ്? ഇത് നാളെ ഏർപ്പാടല്ലേടാ. പോലീസ് അറിഞ്ഞ അതിനെക്കാട്ടി മാനക്കടല്ലയോ? ഇതൊക്കെ ഞാൻ പറഞ്ഞു വിട്ടേക്കാം. പൊക്കോ പൊക്കോ, എവിടെയെങ്കിലും പൊക്കോ. ഇല്ലടാ മഹാഭാവികളെ, ഞാൻ പോവില്ല. ഇവിടുന്ന് ഞാൻ ഒരിടത്തും പോവില്ല. പലയിടത്തൊക്കെ പോയി കൊച്ചുകളെ ഉണ്ടാക്കിച്ച് ഇങ്ങനെയാ പോറ്റാൻ കൊണ്ടിരുന്നത്? പോറ്റാൻ കഴിവില്ലെങ്കിൽ കുളത്തിലെ കണ്ടിലോണ്ടറി പോ. അറിയാടാ, ഇപ്പൊ തന്നെ അറിയാടാ. നോക്കിക്കോ, ഇവിടുത്തെ കണ്ടി തന്നെ അറിയാം. നിങ്ങളുടെ അച്ഛനെ നിങ്ങൾ വേണ്ടെങ്കിൽ പിന്നെ എനിക്കെന്തിനാ? നടക്ക്. ഇവിടെ വരാൻ കൊല്ലും ഞാൻ. ഇവിടെ വരാൻ വരില്ലേ? നീ എന്താ ഈ കാണിക്കണ എന്റെ കൊച്ചമണി? നീ എന്റെ ഭാര്യയല്ലേ? ഇത് നമ്മുടെ പിള്ളേരല്ലേ? ഞാൻ ഈ അഭിനയിച്ചൊക്കെ നിങ്ങൾ രക്ഷിക്കാൻ വേണ്ടിട്ടല്ലേ? ഇനി എനിക്കൊന്നുമില്ല, ആരറിഞ്ഞാലും എനിക്കൊന്നുമില്ല. മക്കളെ, അച്ഛൻ എനിക്ക് മാപ്പ് തരണം. എനിക്ക് എന്റെ ഭാര്യയ്ക്കും പിള്ളേർക്കൊക്കെ അച്ഛൻ മാപ്പ് തരണം. ഞാൻ നിങ്ങളൊക്കെ ചതിക്കായിരുന്നു. എനിക്ക് മാപ്പ് തന്നു പറ. നിനക്ക് മാപ്പ് പറഞ്ഞ പട്ടി എഴുതാറുന്നു. എഴുതാൻ നീ എന്താണോ വിചാരിച്ചത്? ഞാൻ ഈ നാടകം കളിച്ചത് മുഴുവൻ നിന്നെ കുറിച്ച് പറയിക്കാനാ. നിനക്ക് മാപ്പ് നേടാം. പിടിച്ചു മാറ്റണാവളെ. അടിക്കരുത്. അടിക്കരുതെന്ന് പറയോ? ആരുടെ കൈ തടാതെ കയറി പിടിച്ചത്? ഇന്ന് വരെ ആ കൈ തടാൻ ഒരുത്തരം ധൈര്യപ്പെട്ടിട്ടില്ല. പറയണ മാപ്പ്. അച്ഛന്റെ കാലും മാപ്പുള്ള പട്ടി. അങ്ങനെ മാപ്പ് പറയേണ്ട തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അച്ഛൻ ഇങ്ങനെ തല്ലിച്ചതയ്ക്കാൻ സ്വാമിയായിട്ട് 2 മഹാഭാവമാണ് ചെയ്തത്. ഒരു കല്യാണം കഴിച്ചു പോയതോ, 2 കുട്ടികൾ ഉണ്ടായി പോയതോ. അവർ വലിയ തെറ്റായിട്ട് വലിയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്നെ കൊന്നോ.
എന്നാലും അച്ഛന് കൂട്ടു നിൽക്കാൻ എനിക്ക് വയ്യ. അച്ഛൻ എന്തിനാ അച്ഛന് ഞങ്ങൾ പറയച്ച, ഞങ്ങളെ എന്തിനാ ഇങ്ങനെ വളർത്തണോ? അച്ഛന്റെ തല്ല് കൊള്ളാനോ അതോ അച്ഛന് വേണ്ടി പോയി തല്ലുണ്ടാക്കാനോ? അപ്പൊ അച്ഛന് വേണ്ടത് മക്കളെയല്ല, ഗുണ്ടകളെയാ. കൊല്ലാനും ചാവാനും മടിയില്ലാത്ത തെരുവ് ഗുണ്ടകളെ. നോക്കി കഥ പിടിച്ച് പുറത്താക്കണ ഈ തന്തയ്ക്ക് എനിക്കത് പൊളയാടി മക്കളെ. ഈ 500 ഇനി ഇങ്ങനെ 2 മക്കളില്ല. ഞാൻ തെത്താനെന്റെ പട്ടണ പോലും ഇതിന് കാണരുത്. ഇറങ്ങാൻ അങ്ങനെ 500 കുടുംബം തകർന്നു. ഇനി അയാളെ കൂടി ഇല്ലാതെയാക്കണം. അതിനും അയാളുടെ മക്കൾ തന്നെ മതി. പൊട്ടത്തിനെ പടക്കം പൊട്ടട്ടെ.